ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ മൊത്തം വീടും നാടും മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കട്ടെ. എല്ലായിടത്തും വെള്ളപ്പൊക്കം. ഇപ്പോൾ റോഡും പാടും കുളവും ഒന്നും മനസ്സിലാവില്ല. ഞങ്ങളിത് പുറത്തിറങ്ങി കേട്ടോ. നമ്മളിന്ന് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി നോക്കാൻ പോവാണ്. നല്ല വെള്ളം നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ നിങ്ങൾ നോക്കി, കാരണം ഈ ഒരു കുളത്തിൽ നിന്ന് വെള്ളം നേരെ റോഡിൽ കൂടി പാടത്തേക്ക് ഒലിച്ചു പോകട്ടെ. ഏതാ കുളന്നോ റോഡെന്നോ പാടുന്നോ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയുണ്ട് വെള്ളം ഒലിച്ചു പോകുന്നത്. ഇത് നോക്കിയാൽ ഇത് ഈ ഒരു റോട്ടിൽ മൊത്തം വെള്ളമായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നമുക്കാണ് പോയിട്ട് അവിടെ ഒരു പാലൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കട്ടോ. ഗൈസ്, അങ്ങനെ പുറത്തിറങ്ങിയാണ്ട് നമ്മൾ ഈ കുളത്തു നിന്നൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഇതേ റോഡ് കൂടെ ആയിട്ട് പോകുന്നത്. ഇവിടെ എൻ്റെ കൊമ്പ് കൊടിഞ്ഞ് എടുക്കുന്നുണ്ട്. റോഡ് പൊട്ടിയോ ഇവിടെ വരുന്നത് നോക്കാൻ പറ്റും. ഇതേ ആ കുളത്തുനിന്ന് നേരെ റോഡിന് കടന്നിട്ട് വെള്ളം ഒലിച്ചു പോകട്ടോ. ഉണ്ടോ? സത്യം റോഡ് ഏതാണെന്ന് അറിയില്ല. ഇതങ്ങനെ നമ്മളിത് ഇവിടെ ചെമ്പ്ര പാലത്തിൻ്റെ കണ്ട് വന്നിരിക്കാണ്ട്. ഇവിടെ മൊത്തം ഫുള്ള് വെള്ളം അവിടുത്തെ പോലെ തന്നെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. നമ്മൾ ഇവിടെ 2 ആഴ്ച മുന്നേ വരെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് നമ്മളിതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവരെ ജസ്റ്റ് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഇവിടെ പാലൊക്കെ ഫുള്ള് പാലത്തിൻ്റെ ഇടയിലൊക്കെ മൊത്തം വെള്ളം നിറഞ്ഞു ഒഴുകുകയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടി ഒരുപാട് പേരും വന്ന് നിൽക്കുന്നുണ്ട്. എന്താ പേര്? എന്താ എനിക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി 2018 മഴയുണ്ട്, 2019 ഇതേമാതിരി മഴ വന്നു. അതിനുശേഷം 2024 ഇതേമാതിരി ചമ്പ്ര തോട് കാണിച്ചു കൊടുക്കും. ചമ്പ്ര തോട്ടില് വെള്ളം കയറുന്നത്. ചമ്പ്ര തോടില് ഭയങ്കര ശക്തിയായ ഒഴുക്ക് മേലോട്ടാണ് ഒലിക്കുന്നത്, ഒരിക്കലും താഴോട്ടല്ല. അടിയൊഴുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിയൊഴുക്കുണ്ട്. എന്ത് എവിടെ എന്റെ വീട്ടിൽ വെള്ളം കയറിയാ? വീട്ടിൽ വെള്ളം കയറിയാ ഇല്ലേ? ഈ വെള്ളത്തില് ഈ റോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നോക്കി. നമ്മൾ പാടത്തു നിന്നൊക്കെ വെള്ളം റോട്ടിലേക്ക് കയറിക്കാട്ടോ. എല്ലാരും ഇവിടെ തന്നെ പള്ളിപ്പുറം പോകുന്ന റോട്ടിൽ കേട്ടോ. ഫുള്ള് ആ പാടത്തുനിന്ന് വെള്ളം കയറിക്കണ. ഗൈസ്, നമ്മളിത് വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ ആയിട്ട് വന്ന് നിൽക്കട്ടെ. ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ ഫുള്ള് വെള്ളമാണ്. നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ട്, അതായത് നമ്മൾ അവിടെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പാലത്തിൻ്റെ കണ്ടാണ് പോകുന്നത് കേട്ടോ. ഒരുവിധം എല്ലാ സ്ഥലത്തും വെള്ളം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ മുകളിലാട്ടോ. ഒരുപാട് പേരാണ് ഇവിടെ വെള്ളം പോകുന്നത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. അത് നോക്കിയാൽ ഒരുപാട് പേര് വന്നിട്ട് ഈ വെള്ളം പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. നമ്മൾ 2 ദിവസം മുന്നേക്ക് നമുക്ക് അവിടെ ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാമായിരുന്നിട്ട് അവിടെ നമ്മൾ ചെന്ന് നിൽക്കാൻ പറ്റുന്നൊക്കെ സ്ഥലം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫുള്ള് മാറിയിരിക്കുകയുണ്ട്. അത് എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട്. സംഭവം നേരിട്ട് ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു ഭാഗം നോക്കിയേ, എല്ലാ ഷട്ടറും തുറന്നിട്ട് എല്ലാ വെള്ളം ഫുള്ള് കുത്തിരിച്ച് പോകാട്ടോ. ഇത് ആ ഒരു ഭാഗത്തൊക്കെ അടിപൊളിയുണ്ട്.
ഒരുപാട് പേര് വണ്ടികൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിക്കാരും നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് മിനിറ്റ് ഇറങ്ങിയിട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. ഈ ഒരു വ്യൂ കണ്ട. ഗൈസ് അവിടെ ആരൊക്കെ വെള്ളത്തിൽ നീർനായ ഉണ്ടെന്നൊക്കെ ഉണ്ട്, ആരൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് പേരാട്ടോ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നത്. നീർനായ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്ത് പോയി വന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കേണ്ട. നമ്മൾ പുറത്ത് കണ്ടതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ വെർഷനാണ് നമ്മൾ വീട്ടിൻ്റെ ഇവിടെ കേട്ടോ. കാരണം ഫുള്ള് നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ചുറ്റോറും. ആ ഒരു ഭാഗത്ത് നോക്കിയാൽ വീടിൻ്റെ മുറ്റൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഒഴുകി പോവുകയാണ് കേട്ടോ. ഈ വീടിൻ്റെ ബാക്കിലൊരു ചാലുണ്ട്, അതിനാണ് മെയിനായിട്ട് വെള്ളം ഇങ്ങോട്ട് കയറുന്നത്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഉള്ളതിൻ്റെയൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീട്ടിലേക്ക്. രാവിലെ നമ്മൾ 6 മണിക്കൊക്കെ എണീച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നേക്കും കുറച്ചെന്നാൽ കുറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ മേലക്കണ്ട് കയറാൻ വേണ്ടി നിന്നിരുന്നു കേട്ടോ, വെള്ളം കൂടിയിട്ട് നമ്മൾ പോകുന്ന ടൈമിൽ. ഇപ്പോൾ മഴക്ക് കുറവൊന്നുമില്ല കേട്ടോ. ആ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ ഇപ്പോഴും നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നല്ല ശക്തമായിട്ട് മഴ വന്ന് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് എങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടേ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, വെള്ളം കൂടുന്ന പ്രോബ്ലം. ഇതൊക്കെ നോക്കിയാൽ കുഴൽക്കിണർ ഒരുപാടായിട്ട് ഒരു മാസത്തിന് മുകളിലായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് അങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ. ഇനി എന്താ നമ്മൾ ഇവിടെ വയനാട് ഇപ്പോൾ മണ്ണിടിച്ചിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ വണ്ടിയൊക്കെ റോട്ടിൽ പോകുന്ന ടൈമിൽ വീണിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ഏരിയയിലേക്കും പോയേക്കാം. അവിടെ ഫുള്ള് പാലം നിറഞ്ഞിട്ടാണ് വെള്ളം ഒഴുകുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. സോ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ പട്ടാമ്പിക്ക് പോകാമെന്ന് കരുതി. എന്തായാലും അവിടെ പോയിട്ട് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, ബൈ ഗൈസ്, ചേട്ടാ.